സുപ്രഭാതം ശിവശങ്കര. സുപ്രഭാതം. താനിതെന്താ ഇങ്ങനെ കിതയ്ക്കുന്നത്? ഒന്നും പറയണ്ടോ. കൊച്ചുവെളുപ്പാങ്കാലത്ത് മൂടി പൊതിച്ചു അത് അനുഭവിക്കാനുള്ള യോഗമില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. എന്തു പറ്റി? ശാന്തമ്മ കിടക്കപ്പുറത്ത് തരണ്ടേ. എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാവും, മധുരം കൂട്ടിയാൽ ഷുഗർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ ശരിക്കും ചക്രശ്വാസം വലിപ്പിക്കുകയാണ് എന്റെ മേന്നെ. ഇനിയിപ്പൊ ശ്വസിക്കുന്ന വായിൽ വിഷാംശം ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ മതി, അവൾ അതിനും റേഷനിങ് ഏർപ്പെടുത്തും. ശിവശങ്കര, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാൻ 2ാം തവണയും അപ്പൂപ്പനായി. എൽസ ഇന്നലെ രാത്രി പ്രസവിച്ചു, ആൺകുഞ്ഞ്. എന്താടോ തന്റെ മുഖത്തൊരു വല്ലായ്മ? താൻ ഭാഗ്യവാനാടോ തമ്പാനെ. എന്റെ മോളും തന്റെ മോളും സമപ്രായക്കാരാ. എൽസയ്ക്ക് ഇതിപ്പോ മക്കള് 2ആയി. എന്നിട്ടും മൃദുലയ്ക്ക് ഇതുവരെ ഒരു കല്യാണം ശരിയായില്ല എന്ന് പറയുമ്പോ വരുന്ന പ്രപ്പോസൽ ഒന്നും തനിക്ക് ബോധിക്കാഞ്ഞിട്ടല്ലേ? എന്ന് വെച്ച് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്തസ്വാഭിജാത്യം നോക്കണ്ടേ? അതിന് ചേരുന്ന ഒരു ആലോചന തന്നെ വരണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് 90% കല്യാണങ്ങളും പത്രങ്ങളിലെ മാട്രിമോണിയൽ കോളത്തിലൂടെ അല്ലേ നടക്കുന്നത്. തനിക്കും ആ വഴിക്കൊന്ന് ചിന്തിച്ചാൽ എന്താ? ഇനി അതും നോക്കാം. പിന്നെ എൽസ പ്രസവിച്ച കാര്യം മൃദുലയോടൊന്ന് പറഞ്ഞേക്കണേ. ശരിയാടോ. പ്രദീപ്, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എക്സർസൈസ് ആണല്ലേ? അതെ സർ. ഗുഡ്. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകണം. ഇന്നത്തെ മോഡേൺ തലമുറയ്ക്ക് ഇല്ലാത്തതും അതാ. ഹെൽത്ത്. കേബിൾ ടിവിയും കള്ളുകുടിയും ചീട്ടുകളിയും ഒക്കെ ആയാൽ അവന്റെ ലോകമായി. ദേ ബിക്കം ലേസി. വഴിക്ക് വെച്ച് നമ്മുടെ തമ്പാൻ ജോസഫിനെ കണ്ടു. സംസാരിച്ച കൂട്ടത്തിൽ അവനാ പറഞ്ഞത് മൃദുലയ്ക്ക് വേണ്ടി മാട്രിമോണിയൽ കോളത്തിൽ ഒരു പരസ്യം കൊടുക്കണമെന്ന്. അതൊരു നല്ല ഐഡിയ ആണ് സർ. തന്നെ ഒരു പരസ്യം കൊടുക്കൂ. ശരി സർ. ഇന്ന് എൻ്റെ മകളുടെ 27th ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ അവക്കൊരു ഓഫർ നൽകിയിരുന്നു. അടുത്ത ജന്മദിനം ഞാൻ എൻ്റെ സണ്ണിൻലോയും ഒത്താവും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഐ കോണ്ട് കീപ്പ് അപ്പ് മൈ വേർഡ്. ഫെയ്റ്റ്. അല്ലാതെന്താ? ആഡ് കൊടുക്കുന്ന കാര്യം മറക്കരുത്. ഇല്ല സർ. ശരി.